ഒരാൾക്കൊരാളെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ ഭയം തേടൂല. തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ എന്ത് കാല് വെക്കുകയാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിൽ വരെ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വരെ ആദ്യം പറയണം എന്താ? എന്തുകൊണ്ട് ഇവൻ്റെ ഇടപെടലിനെ തോൽപ്പിക്കാൻ ഒരൗലിയപ്പാപ്പാക്കും കഴിയില്ല, ഒരൗലിയാക്കും കഴിയില്ല. ആരുദ്ദേശിച്ചാലല്ലാതെ അല്ലാ അവനാണ് മല്ലൻ, അവനാണ് ശക്തൻ, നമ്മൾ ദുർബലരാണ്. അപ്പൊ പിന്നെ ഇന്ന കൈത ശൈത്താനിക്കാന ലൈഫ, പിശാചിന്റെ ചതി വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞത് പഠിച്ചോനല്ലേ? അനക്ക് ദുർബലാവെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചിലന്തി വല ദുർബലല്ലേ? അനക്ക് ദുർബലാണ്. പ്രാണിക്കോ? പ്രാണി പോയാൽ അവിടെ പറ്റും. ചിലന്തി വല ദുർബലമാണെന്ന് ഖുർആനിലുണ്ടല്ലോ. മാഷ് വരാനായിട്ടുണ്ട്. മാഷ് വന്നാൽ ഇതൊക്കെ മാഷ കാത്തിരിക്കാൻ. മാഷ് വരുന്നത് വരെ ദജ്ജാലിന്റെ സംസ്കാരം അവിടെ നടക്കുക. സത്യം, നമ്മൾ എന്ത് ചെയ്താലും ദജ്ജാലിലിരിക്കും. അതിനൊരാൾക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. നമുക്കൊരാളെ വേണമെങ്കിൽ മഹാൻ ഖുഹാൻ എന്നൊക്കെ പറയാം, ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒന്ന് നമ്മൾ ചെയ്യുന്നതിനപ്പുറം ചെയ്യാനൊന്നും കഴിയില്ല. പാല്, ഏറ്റവും നല്ല പശുവിന് 4 ലിറ്റർ പാല് കിട്ടിയാൽ തന്നെ ബോംബ് കിട്ടല. 5 or 6 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശു ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി നാട്ടുകാരാകെ പോവും. 6 ലിറ്റർ പാല്, മമ്മദാജിന്റെ പേരിലെ പാൽ പശു 4, 5, 6 ലിറ്റർ. അപ്പൊ ഒരു ഇബാദത്ത് പോലെ അതിനൊന്ന് പോയി കാണും. എന്റെ കുട്ടിക്കാലത്ത് ഇന്ന് 40, 60, 100 ലിറ്റർ പാല് തരുന്ന പശുക്കളുണ്ട് ലോകത്ത്. എങ്ങനെ ഇപ്പൊ തരിക? അല്ല, ഒരു ദിവസത്തിൽ 100 ലിറ്റർ തരെ പാല് ഇങ്ങനെ തരും. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണത്. അതിന് കറക്കാൻ കഴിയില്ല, അതിന് മെഷീൻ വെച്ച് കൊടുക്കാം. അങ്ങനെ സെറോ പാല്. വയറിന്റെ ഒരു സൈഡിൽ പുല്ലിട്ട് കൊടുക്കും. തൊള്ളി കൂടി പുല്ലിരുന്നാൽ കഴിയൂല. വയറിൻ എന്താ വിചാരിച്ചേ? വയറിന്റെ ഓൾസാക്കിട്ട് കൊടുക്കും. ഇഷ്ടം പോലെ ഓൾസ് ഉണ്ടാക്കിയിട്ട് പിന്നെ മരിക്കാൻ പോകും. ബാപ്പാക്ക് ഇതിലെ ഓട്ടോ ഒളിച്ചാണ്ട് പൈപ്പിടുക. ഇത് ആരോഗ്യവത്തായ പശുവിന് എന്ത് ചെയ്യുക? വയറിന്റെ അവിടെ ഓട്ടോ ഒളിച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കെട്ടുകണക്കിന് പുല്ലങ്ങനെ ഇട്ട് കൊടുക്കും. കാരണം പാലിങ്ങനെ തരും, പുല്ലങ്ങനെ കൊടുക്കും. ഇതിനെന്താ പറയാ? ലോകത്ത് ഏറ്റവും കൂടുതൽ, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന രാജ്യം ഏതാ നിങ്ങൾക്കറിയാം? അതാ ഇസ്രായേൽ. ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ കാണുക പശുവിന്റെ പ്രതിമകളാണ്. എവിടെയും ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലുൽപാദനം നടത്തുന്ന രാജ്യം ഇസ്രായേൽ. നമ്മളെ നാട്ടിൽ ഇന്ന് പല നാടുകളിൽ നിന്നും എന്ന പേരിൽ വരുന്ന പല എന്താ പറയുക, ഹലീബ് മുജഫഫ്, അതായത് മിൽക്ക് പൗഡർ എന്തല്ല, അത് പലതും ഇസ്രായേലിനാണ്. പക്ഷെ അങ്ങനെ വരിക. വേറെ രാജ്യത്തിൻ്റെ നിന്ന് ദുബായിൽ വന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് വിടും. അങ്ങനെ മനസ്സിലായല്ലോ? ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എന്താണ് ഈ പശു, എന്താണ് ഈ പാല്? അത് നാച്ചുറൽ സിസ്റ്റമല്ലല്ലോ. ഒരു പശു എങ്ങനെ 50 ലിറ്റർ പാല്, 25 ലിറ്റർ പാല്, അത് സിസ്റ്റമല്ലല്ലോ. ഏറി വന്നാൽ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഒരു 4 ലിറ്ററൊക്കെ കിട്ടിയ ബോംബ് കിട്ടലാണ്. തൊള്ളേ കൂടെ തിന്നലല്ലേ സിസ്റ്റം. ഇതെന്ത് ചെയ്തു? വയറിന് പറയിഷ്ട, വയറിന്റെ ഒരു സൈഡിന് എന്ത് ചെയ്യുക? ഹോളുണ്ടാക്കുന്നുണ്ട്, അതിൽ കൂടെ പുല്ലിട്ട് കൊടുക്കുക. ആ കോലത്തിലാക്കി ഇട്ട് കൊടുക്കും. അത് അതിന്റെ കോലത്തിലാക്കി ഇട്ട് കൊടുക്കും. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് ഇന്ന്. എല്ലാം ആയിട്ട് അതിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അതങ്ങനെ പാലിങ്ങനെ നിൽക്കാതെ പാല് വരും. ഇതിനെന്താ പറയാ? ഒരു കുട്ടി പരിധി വിട്ട് കരഞ്ഞാൽ എന്താ പറയാ? ഓന് ചെയ്ത്താൻ കരയതാ. കരയാണെങ്കിലും ഒരു 5 മിനിറ്റ് കരഞ്ഞ് നിർത്തണം. ചിരിക്കുകയാണെങ്കിലും ഒരു 5 മിനിറ്റ് ചിരിച്ച് നിർത്തണം. ഒരാൾ ചിരിക്കന്നെ അപ്പൊ എന്താ നമ്മൾ പറയാം? ഒന്ന് ചീത്താൻ കൂടിയതാണ്. ഒരാൾ 5 മിനിറ്റ് കരഞ്ഞ ഓക്കെ,
കരിയാണെങ്കിലോ ശൈത്താൻ കൂടിയതാണ്. ഒരാളുടെ മേലും നിങ്ങൾ 3 ദിവസത്തേക്കാൾ ദുഃഖിക്കരുതെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അതിനേക്കാൾ കൂടിയാൽ എന്ത് കയറും? അവിടെ ശൈത്താൻ കയറും. പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ശൈത്താൻ കയറും. അപ്പൊ ഈ പശു ഇപ്പം എന്താ, ഒരു ഭാഗത്ത് അരച്ചിട്ട് പുല്ല് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു, ഒരു ഭാഗത്ത് കൂടി പാൽ അങ്ങനെ വരുന്നു, 100 ലിറ്റർ പാലൊക്കെ അങ്ങനെ. ഇപ്പൊ ഇത് എന്ത് പശുവാ? ഇതെന്ത് പശുവാണ്? എന്താ പശു? ശൈത്താൻ പശു. ശൈത്താൻ പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കണേ, നല്ല പാല്. ഞാൻ മിൽമ പിന്നെ വാങ്ങൂല, വീടുകളിൽ പാല് കൊണ്ടേ കൊടുക്കും. അപ്പാലോ അത് 25 ലിറ്റർ പാല് തരുന്ന പശുവിൻ്റെ പാലാ. അതോ അത് 2 ലിറ്റർ മാത്രമേ തരുന്നുള്ളെങ്കിൽ അതിനകത്ത് നിർത്താൻ കഴിയില്ല ഇന്നത്തെ കാലത്ത്. അപ്പം അതോ ഞങ്ങൾ മിൽമ വാങ്ങൂല, ഞങ്ങൾ സൊസൈറ്റി പാലോ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഞങ്ങൾ എന്തായാലും എന്ത് വാങ്ങൂല, മിൽമ വാങ്ങൂല. ആയിക്കോട്ടെ, ഞങ്ങൾ മറ്റേ പാലോ. അപ്പം മറ്റേ പാലോ എന്തിനു വേണം? ഏറ്റവും അടിസ്ഥാന ഭക്ഷണങ്ങളിൽപ്പെട്ടതാണല്ലോ എന്ത്? പാല്. ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് എന്ത്? പാല്. എന്താ അവസ്ഥ? എല്ലാം പഴം അതും അങ്ങനെ തന്നെ, പാല് അതും അങ്ങനെ തന്നെ, അരി അതും അങ്ങനെ തന്നെ. ഇതിൽ നിന്നെന്താണ്? ഖൂൻ അബ്ക, ഖൂൻ രക്തം. അതോ ഫഅന്നസ്തജാബലു, ശൈത്താൻ രക്തം. അങ്ങനെ കൂട്ടിക്കളി. പരിഹാരമുണ്ട്? പരിഹാരമില്ല. പരിഹരിക്കാൻ നമ്മൾ ആളാകണം, നമ്മളില്ല. ഉദാഹരണം പറയാം, പരിഹരിക്കാൻ അവിടെ കഴിയില്ല. ഒരു ക്ലാസ്സിലെ കുട്ടികൾ ബഹളം വെക്കണത് പ്യൂണ് കണ്ടു, അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അയാൾ പറഞ്ഞ കുട്ടികൾ വെക്കൂല. മാഷ് വരണം. മാഷിൻ്റെ ശബ്ദം ആ ഏരിയയിൽ ഇങ്ങനെ കേട്ടാൽ തന്നെ കുട്ടികളുണ്ടാക്കും. മാഷ് പരിസ്ഥലത്തില്ല. മാഷ് വരാനായിട്ടുണ്ട്. മാഷ് വന്നാൽ ഇതൊക്കെ അടങ്ങും. മാഷ കാത്തിരിക്കാം നമ്മൾ. മാഷ് വരുന്നത് വരെ ദജ്ജാലിന്റെ സംസ്കാരം അവിടെ നടക്കുക. സത്യം. നമ്മൾ എന്ത് ചെയ്താലും ദജ്ജാലിലിരിക്കും. അതിനൊരാൾക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. നമുക്കൊരാളെ വേണമെങ്കിൽ മഹാൻ ഖുഹാൻ എന്നൊക്കെ പറയാം, ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒന്ന് നമ്മൾ ചെയ്യുന്നതിനപ്പുറം ചെയ്യാനൊന്നും കഴിയില്ല. അത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്തോടെ മാനില്ല എന്നല്ല, ഇതിന് പറ്റിയ മാനില്ല. അടക്കാൻ തൽക്കാലം കുട്ടിക്ക് മന്ത്രിച്ചോദിയപ്പോൾ മന്ത്രം കൊണ്ട് തൽക്കാലം അടങ്ങിയിട്ടുണ്ടാവും. ഒരിടത്ത് ഒരു പൈശാചിക ചികിത്സക്ക് പോയി. അപ്പോൾ സുഖമില്ല നിൽക്കുന്ന ആളുടെ സുഖക്കേട് പെട്ടെന്ന് നിന്നു. അപ്പോൾ കുടുംബം എല്ലാവരും നാട്ടിലും അയൽവാസികളൊക്കെ സന്തോഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനെ ഇരട്ടിയെ തിരിച്ചു വന്നു. എന്തതിനർത്ഥം? എന്നർത്ഥമുണ്ട്. എന്താർത്ഥം അറിയാം? എന്നൊക്കെ അതിനർത്ഥം അറിയില്ല. ഞാൻ പറഞ്ഞത് എന്താർത്ഥം? ശൈത്താൻ കളിയാക്കി, ശൈത്താൻ പിൻവലിഞ്ഞ് കളിയാക്കുക. നമ്മളെ ഊത്താണ് കേൾക്കുമ്പോൾ ശൈത്താൻ പോയല്ലോ എന്നൊരു സന്തോഷിക്കും നമ്മൾ. എന്നിട്ടോ അവൻ ആട്ടിക്കണ് തിരിച്ചു വരിക. ശൈത്താൻ പോയിട്ടല്ല, ശൈത്താനോട് പോകൂല്ല. ശൈത്താൻ അടങ്ങി കുത്തിരിക്കാലോ. ആയിക്കോട്ടെ, ജ്യോതി കൂടി ഞാൻ 2 ആഴ്ച ഉണ്ടാത്തിരിക്കാം. പിന്നെ ഞാൻ എന്താ കട്ടെ കണ്ടോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിലപ്പോൾ ഈ വ്യക്തി ശൈത്താൻ്റെ ആളായിരിക്കും. അപ്പൊ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. മൂപ്പര് നമ്മളാളാണ്. അപ്പൊ മൂപ്പര് ഊത്തിനൊരു ഫലമില്ല എന്ന് വേണ്ട. 2 ആഴ്ച ഇരട്ടി തിരിച്ചു വന്നു. അപ്പൊ ഇയാൾ എത്തിയെന്നാൽ ഇയാൾ എന്താ പറയാ? പിന്നെന്താ ഇയാൾ പറയാ? നമ്മളും സീർ ബാത്തിലാക്കിയത് മറ്റൊരു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ചെയ്തു. അപ്പൊ അയാൾ രക്ഷപ്പെടുകയും ചെയ്തു, ശൈത്താൻ രക്ഷപ്പെട്ടു. 50-50. ശൈത്താൻ ബൈ. ഇതൊക്കെ നടക്കുന്നത്, വേറൊന്നുമില്ല. മനസ്സിലാണ് പറയുന്നത്. തല കൊടുത്ത് ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് തല തന്നത് ചിന്തിക്കാനാണ്. ഇത് ദജ്ജാലിന്റെ സീസണാണ്. ദജ്ജാലിനെ തോൽപ്പിക്കാൻ അറിയില്ല.
എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതന്നെ. അപ്പം ഞാനും ഷമീറും ഇന്ന് 10 മണിക്ക് മൽപ്പിടുത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം നടത്താൻ വേണ്ടിയിട്ട് പരസ്യപ്പെടുത്തി എന്ന് സങ്കല്പിച്ചു. ഷമീറും ഞാനും തമ്മിലുള്ള ഗുസ്തി മത്സരം. ഇതിൽ രണ്ടാളും ഒരാൾ കരുത്തൻ മല്ലനാകാം. നല്ലോണം ഉറന്നിരിക്കണം കേട്ടോ. ഇതൊന്നല്ല പറയുന്നതിൻ്റെ ബാക്കിൽ സാധനം പറയാൻ പോട്ട്. എങ്കിൽ ഉദാഹരണം പറയാം. ഷമീറിന് തോന്നാണ് ഉസ്താദിനൊക്കെ എനിക്ക് നിഷ്പ്രയാസം പുഷ്പം പോലെ ഒറ്റ റൗണ്ടിൽ തന്നെ തള്ളിടാൻ കഴിയുന്നു ഷമീറിന് തോന്നുന്നുണ്ടെങ്കിൽ ഷമീർ രാത്രി ഒരു ഇശ നിസ്കാരം കഴിഞ്ഞ പേരി പോയാൽ എന്നെ പെണ്ണുങ്ങളോട് എന്താ പറയുക, വേഗം കിടക്കണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നേരം കൊടുക്കുമ്പോൾ നമ്മളെ പെർഫോമൻസ് ക്ലിയർ ആവില്ല. നല്ല ഉറങ്ങണം. പിന്നെ ഇടയ്ക്ക് ഞാൻ വിളിക്കരുതിട്ടാ ഒറ്റ ഉറക്കം. ആ സുബൈ വരെ കിടന്നുറങ്ങി സുബൈ നിസ്കരിച്ച് മൽപ്പിടുത്തത്തിന് വന്നു. എന്തുകൊണ്ട്? ഒരു ശുഭാപ്തി വിശ്വാസം. അതേസമയത്ത് എനിക്ക് ഷബീറിനെ അടിച്ചിട്ട് പിന്നെ ഒറ്റ റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ തള്ളിടാൻ കഴിയൂല. കാരണം ഓനാണ് മല്ലൻ, ഞാൻ മല്ലനല്ല എങ്കിൽ എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? പെണ്ണുങ്ങൾ പറയും കിടക്കല്ലേ, എനിക്ക് ചെറിയ ഇത് ഉണ്ട്, ഞാൻ ബദരീങ്ങൾക്ക് 11 യാസിൻ അതിന് 6 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 5 കടന്നു. ആണോ അല്ലേ? എന്നിട്ട് ഞാൻ അഭയപ്രാർത്ഥന നടത്തും. പഠിച്ചോനെ, ഓനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയൂല. ഇജേന്ദ്ര ഇടപെടണം. ഞാൻ ദുർബലനാ. എടാ വീട്ടി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതിൻ്റെ അർത്ഥം വെച്ചോക്കാം. ശൈത്താനെ തോൽപ്പിക്കാൻ ഒരിക്കലും മനുഷ്യന് കഴിയില്ല എന്നതിൻ്റെ അർത്ഥം. തിരിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് അന്തം പെടാം, എനിക്ക് നടക്കാം. അതിന് അന്തം വേണം മനസ്സിലാക്കാൻ. നിങ്ങൾ വിചാരിക്കണ്ടല്ലോ ശൈത്താനൊക്കെ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നതിൻ്റെ അർത്ഥം. തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അഭയം തേടിയത്. ആണോ അല്ലേ? ആണ്. തോൽപ്പിക്കാൻ കഴിയുന്ന എന്തിനാ അഭയം തേടേണ്ട ആവശ്യം? നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കി തന്നതാ. നമ്മളിൽ ഒതുങ്ങുമെങ്കിൽ പിന്നെ നമ്മൾ വേഗം ഉറങ്ങാനേ നോക്കുള്ളൂ. അല്ലങ്ങൊന്ന് ഇറക്കി മനസ്സിലാക്കി ഈ ജോണി പറഞ്ഞു. എനിക്കതൊക്കെ ഒറ്റപ്പെടുത്തത്തിന് തള്ളിടാൻ കഴിയും. സാരല്ല. നമ്മളന്ന് നേരം വെളുക്കുമ്പോൾ നമ്മൾ കാര്യമായി ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് നമ്മൾ എണീറ്റ് മൽപ്പിടുത്തത്തിന് പോകുമ്പോൾ നമ്മളെ ഭാര്യ എന്താ പറയുക, പൊന്നാര മനുഷ്യ എന്നൊക്കെ ഒന്ന് ഉറങ്ങിക്കൂടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം എനിക്കൊരു ധൈര്യം തോന്നുന്നുണ്ട്. ഞാൻ 11 യാസീൻ ബദരീങ്ങൾക്ക് ഓതിക്കണം. ഇൻഷാ അല്ലാഹ് കണ്ടോ എന്താ നടക്കണത്? എൻ്റെ റബ്ബിനെ രക്ഷപ്പെടുത്തും. അതിന് മാത്രം നിലക്കായിരുന്നു. ഒരാൾക്കൊരാളെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അഭയം തേടൂല. തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അഭയം. നമ്മൾ എന്ത് കാല് വെക്കുകയാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിൽ വരെ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വരെ ആദ്യം പറയണം എന്താ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്തുകൊണ്ട്? ഇവൻ്റെ ഇടപെടലിനെ തോൽപ്പിക്കാൻ ഒരൗലിയപ്പാപ്പാക്കും കഴിയൂല, ഒരൗലിയക്കും കഴിയൂല. ആരുദ്ദേശിച്ചാലല്ലാതെ അവനാണ് മല്ലൻ, അവനാണ് ശക്തൻ. നമ്മൾ ദുർബലരാ. അപ്പൊ പിന്നെ ഇന്ന കൈത ശൈത്താനി കാന ലഈഫ, പിശാചിന്റെ ചതി വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് അത് പറഞ്ഞത് പഠിച്ചോനല്ലേ? അനക്ക് ദുർബലാവെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ചിലന്തി വല ദുർബലല്ലേ? അനക്ക് ദുർബലാണ്. പ്രാണിക്കോ? പ്രാണി പോയാൽ അവിടെ പറ്റും. ചിലന്തി വല ദുർബലമാണെന്ന് ഖുർആനിലുണ്ടല്ലോ. ഇന്ന കൈത് മനസ്സിലായില്ലേ? ഇന്ന അഹ്വനൽ ഇന്ന എങ്ങനെയാണ് ആയത്ത്? ഇന്ന അഹ്വനൽ ബുയൂത്തി ബൈത്തുൽ അങ്കബൂത്ത് പറഞ്ഞില്ലേ? എങ്ങനെയാണ് ആയത്ത്? എവിടെയാണ് ആയത്ത്? ഏതാ? അങ്കബൂത്ത് തന്നെ. എന്നാ എടുത്തു, പെട്ടെന്ന് എടുത്തു. എങ്ങനെയാണ് ആയത്ത്? ലാമില്ലേ? അതാ ഞാൻ ചോദിക്കാം, ലാമുണ്ടോ ഇല്ല ഞാൻ ചോദിക്കും.
വഇന്ന അഹ്വനൽ ബുയൂത്തി, അങ്ങനല്ലേ വാവൂല്ലേ, വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. നമ്പർ എടുക്ക്. വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. അതേസമയത്ത് പ്രാണിക്കത് എന്താണ്? പ്രാണി അവിടെ പോയി കൊടുക്കും. പ്രാണിക്കത് എന്തല്ല, ദുർബലല്ല. 41 അങ്കബൂത്ത് 41. വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. അങ്ങനെയല്ലേ മോനെ? വഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. ഭയങ്കര പഠിക്കേണ്ട ആയത്താണിത്. വഇന്ന അഹ്വനൽ ബുയൂത്തി, വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ലബൈത്തുൽ അങ്കബൂത്തി, ചിലന്തിയുടെ വീടാണ്. ചിലന്തി വല ഏറ്റവും ദുർബലാണ്. പക്ഷെ ചിലന്തി ഇര പിടിക്കുന്ന വലയാണെന്ത്? ഈ വീട്. അതിൽ അതങ്ങോട്ട് ഭേദിച്ചു പോകാൻ പ്രാണിക്ക് കഴിയില്ല. കാരണം പ്രാണിക്കത് ദുർബലല്ല. മനുഷ്യൻ നിനക്കത് ദുർബലാണ്. അപ്പൊ ഇന്ന കൈത പിശാചിന്റെ ചതി ദുർബലമാണ്. ആർക്ക്? അള്ളാഹു കേറിയ, അള്ളാഹ് കൽബിൽ കേറിയാക്ക്. നമ്മളെപ്പോലത്തെ എന്തല്ല, ദുർബലല്ല. പറയും നമ്മൾ അതിന് മാത്രമല്ല, അത് മുസ്തഫ നബിക്ക് ദുർബലാണ്, സ്വഹാബത്തിന് ദുർബലാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് ദുർബലാണ്. നമ്മളെപ്പോലത്തെ എന്ത് ദുർബലം? അവര് പോലും ഔദ് പറയുന്നുണ്ട്. ഈ ഔദ് ആത്മാർത്ഥമായി പറഞ്ഞതുകൊണ്ടാണ് അവർക്കത് ദുർബലമായത്. അള്ളാന്റെ ഹബീബിന് അള്ളാഹുവിന്റെ ശക്തി കിട്ടിയത് കൊണ്ടാണ് പിശാച് ദുർബലായത്. ഇല്ലെങ്കിൽ ശക്തനാണ്. നട്ടപ്പാതിരക്ക് ഇന്നലെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒരു തീജ്വാലയുമായി ഇഫ്രീത്ത് ജിന്നാണ് എന്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്റെ റബ്ബ് എനിക്ക് സൗകര്യപ്പെടുത്തി തന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഞാൻ അവനെ പിടിച്ചുവിടെ കെട്ടാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോഴാണ് എൻ്റെ സഹോദരൻ സുലൈമാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ദുആ ഓർമ്മ വന്നത്. പടച്ചോനെ, പിശാചിന്റെ എന്നെ പിടിച്ചു കെട്ടണ പണി എന്റേത് മാത്രമാകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സുലൈമാൻ മേശനെ കാണുമ്പോൾ വിഷമം തോന്നണ്ട അലൈഹിസ്സലാം. لولا دعوة أخي سليمان لأخذته وعلقته بسارية من مسجد بسارية من سواء المسجد. ഈ പള്ളിയുടെ ഔക്കമാക്കാൽ ഹബീബായ നബി പറയാ, എന്റെ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ പിടിച്ച് എവിടെ കെട്ടും? ഈ തൂങ്കാലിൽ പിടിച്ചു കെട്ടും. ഇവിടെ നമുക്ക് രണ്ടാശയം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തിയത് കൊണ്ട് റസൂലുള്ളാഹിന് കഴിയുന്നത് ചെയ്തില്ല. എന്നോട് സുലൈമാൻ നബിയുടെ ദുആ ആലോചിച്ചു. ഞാൻ സുലൈമാൻ നബിക്ക് വിഷമം വേണ്ട, ആ പണിയും കൂടി ഞാൻ എടുത്തു എന്ന് വേണ്ട, കഴിയാത്തോണ്ടല്ല, എടുക്കണില്ല. അതേ സമയത്ത് പിശാചോ റഹ്മത്തുൽ ലിൽ ആലമീനായ, ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇതിനേക്കാൾ ഒരു ശക്തനില്ല. ആ ശക്തന്റെ അടുത്തേക്കാണ് എന്തുകൊണ്ട് വന്ന്? തീജ്വാലി കൊണ്ട് വന്ന്. അതിനൊന്നും മടിയില്ല. അപ്പോ അവന്റെ പ്രതീക്ഷ ഉണ്ടാവും. എന്ത്? ഏത് മുഹമ്മദിനെ ഞാൻ തോൽപ്പിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല തന്നെ, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ ആനെ തല്ലാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കളി കൊണ്ടുപോകും. ഒരു വലിയ ഇരുമ്പിന്റെ ദണ്ടു കയ്യിന് കരുത്തുണ്ടെങ്കിലല്ലേ ആന വരുമ്പോ നമ്മളൊന്ന് നോക്കുള്ളൂ. നമുക്ക് അങ്ങോട്ടും നോക്കണമെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരു 3.5 ഫൂട്ടും ഒരു ഈർക്കളിയും ഉണ്ടായാൽ നടക്കുമോ? അപ്പൊ അതും കൊണ്ട് ഒരു ശോലത്തും മിന്നാറും കൊണ്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തുണ്ടാവും? അത്രയും ഒരു പ്രതീക്ഷ ഉണ്ടാണ്ടേ. ഇത് ആള് വേറെ ആയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ആള് വേറെ ആയതുകൊണ്ടാണ് എന്തായത് നബി രക്ഷപ്പെട്ടത്. വേറെ ആളാണ്, വിചാരിച്ച ആളല്ല. ഇല്ലെങ്കിലും അടിമപ്പെടുത്തും. മനസ്സിലാവേണ്ട പറഞ്ഞു. വളരെ നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ വിചാരിക്കണല്ലോ നമ്മക്കിപ്പോ ഇത് ദജ്ജാലിന്റെ കാലാണിടൂ, നമ്മക്കൊന്നും പറ്റൂല. എൻ്റെ ഉള്ളിൽ ദജ്ജാൽ കയറിയിട്ടുണ്ടോ പിന്നെ എനിക്കൊന്നും പറ്റൂല. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവും. നിങ്ങളെല്ലാം ചിന്തിക്കി. എൻ്റെ വീട്ടിൽ
എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ മോളുണ്ട്. ഓൾക്ക് നട്ടപ്പാതിരക്ക് ഒരു 2 അടി പുറത്തിറങ്ങി നടക്കാൻ പേടിയുണ്ടോ അല്ലേ? പേടിയുണ്ടോ അല്ലേ? പേടിയുണ്ടോ അല്ലേ? പേടിയുണ്ട്. അതേ സമയത്ത് വേശ്യകൾ ഒറ്റക്ക് അങ്ങാടി കൂടി അങ്ങനെ രാത്രി 2 മണിക്കും 12 മണിക്കും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എന്തേ? എന്തേ? പേടില്ല. കാരണം ഓക്ക് അങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ പേടിയാ. ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൻ കയറിയതാണ് നമുക്കൊക്കെ. ഇനി നമുക്ക് എന്തില്ല? പേടില്ല. നമ്മൾ പേരന്റെ ഉള്ളിൽ കിടന്നാലും അതിനേക്കാളല്ലേ പുറത്ത് കിടക്കുക. എന്തുകൊണ്ട്? ആ ചെയ്താൻ ആ പേരുണ്ടാവില്ല. ഇത് മാത്രം ചിന്തിക്ക്. എൻ്റെ പെങ്ങള് 18-19 വയസ്സായ പെങ്ങള്, അവള് ഡോറിന്ന് പുറത്തിറങ്ങി ഗേറ്റിന്റെ അവിടേക്ക് പോകുമ്പോ അമ്മ പറയുന്നുണ്ട്, നോക്കണ്ട കുഞ്ഞാളെ ഞാൻ നോക്കണുണ്ട് ട്ടാ. ഞാൻ മറ്റേ ആ പെണ്ണിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ കറിപ്പാത്രം വന്നാണ്ട് കൊടുത്താളാ. രാത്രി 11 മണിക്ക് ആ കറിപ്പാത്രം അപ്പുറത്തെ യശോദന്റെ വീട്ടിലേക്ക് കൊടുക്കാൻ ഈ കുട്ടിക്ക് പേടിയുണ്ട്. എന്തുകൊണ്ട്? ഈ കുട്ടിക്ക് നഷ്ടപ്പെടാനുണ്ട്. ഇപ്പുറത്ത് ആര് നോക്കണുണ്ടെങ്കിൽ പോലും ഇപ്പുറത്ത് ഉമ്മ നോക്കണുണ്ട്, അപ്പുറത്ത് യശോദ നോക്കണ്ട്. യശോദ കറിന്റെ പാത്രം വാങ്ങിയിട്ട് കുട്ടി വേഗം പോയിക്കോ ഞാൻ നോക്കിക്കെട്ടോ എന്ന് പറഞ്ഞാൽ ആ അപ്പണ്ണോടെ നോക്കണുണ്ട്. എന്നാലും കുട്ടിക്ക് പേടിയുണ്ട്. അതേ സമയത്ത് ഒറ്റക്ക് ആരും നോക്കാല്ല. ഏത് വണ്ടി വന്ന് നിർത്തിയാൽ ഓള് കയറിപ്പോവും. ഇത് ഓനെ കുടിക്കണ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട് അവള്. ഏതോ ഒരു കാറുകാരൻ വന്നപ്പോ നിർത്തി, ഇതിന്റെ ഒപ്പം പോരുന്നുണ്ടോ? അപ്പം ചോദിച്ചോ എന്റെ ആധാർ കാർഡ് എടുക്ക്. പറയടോ എന്തുകൊണ്ട്? ഓക്കെ എന്തില്ല, പേടില്ലടോ. ഇനിയൊന്നും നോക്ക് നഷ്ടപ്പെടാനില്ല. അള്ളാഹു തആല നമ്മളെ അവസ്ഥയെ തൊട്ട് എല്ലാ പെണ്ണിനെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഇപ്പൊ ഈ ആധുനിക യുഗത്തിൽ ജീവിക്കണം. നമുക്ക് പറയാണ് എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല, എനിക്കത് തിന്നാൻ പേടിയില്ല, എനിക്കത് കുടിക്കാൻ പേടിയില്ല. അതൊക്കെ മനുഷ്യന്മാർ തിന്നണ തന്നെയല്ലേ. അള്ളാന്റെ ആരിഫിന് പേടിയുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് നഷ്ടപ്പെടാനുണ്ട്, നമുക്ക് നഷ്ടപ്പെടാനില്ല. എന്താ നഷ്ടം? സ്വർഗവും നരകമൊന്നുമല്ല, അവർ നഷ്ടം മുസ്തഫ നബിയാണ്. അതാണ് നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെട്ട കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിലേക്കുള്ള നോട്ടം കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതന്നെ കിതാബിൽ നിന്ന് നോക്കുമ്പോൾ പല 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 സംഭവങ്ങളും കാണാം. സ്ഥിരമായ ഒരു വീട്ടിൽ ഖദർ അലൈഹിസ്സലാം വന്നിരുന്നു. സ്ഥിരമായ ഒരു വീട്ടിൽ. അങ്ങനെ എന്തുണ്ടായെന്നറിയാം? ഒരിക്കൽ ആ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർക്ക് തവക്കുല ഭയങ്കര. ഒരു സാധനം പെരയിൽ ബാക്കിയാക്കൂല, ഒരു ഉറുപ്പ്യ ബാക്കി ഉണ്ടാവില്ല, ഒരു ഭക്ഷണം ബാക്കി ഉണ്ടാവില്ല. ഒരിക്കൽ അവരെന്തുണ്ടായി, അവർക്ക് കിട്ടിയ നാണയത്തെ കുറച്ച് പിറ്റേന്ന് ദിവസത്തേക്ക് സൂക്ഷിച്ചു. പിന്നെ ഖദർ ആ വീട്ടിൽ വന്നില്ല, വന്നിട്ടേയില്ല, വന്നതേയില്ല. ചരിത്രം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വേണം. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാധാരണ കണ്ടുമുട്ടുന്ന വേറൊരാളോട് ഇയാൾ വന്നു പോയി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഖദർ നിത്യമായി വന്നിരുന്നു, ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ആ ആൾ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയോ പറഞ്ഞു, നിങ്ങൾ ഇന്നാലിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അവർ നാളത്തേക്ക് എടുത്തു വെച്ചു. നാളത്തേക്ക് എടുത്തു വെക്കുന്നൊരു വീട്ടിൽ ഞാൻ പോകില്ല. ഇന്ന് നമ്മളെ ക്വാളിറ്റി തന്നെ എന്ത് നാളത്തേക്ക് എടുത്തുന്നത്. നമ്മൾ മകളെയോ പെണ്ണിനെയോ കെട്ടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഓലിക്ക് ഇനി ജോലി പോയാലും ഒന്നും വരാനില്ല. മനസ്സിലായില്ല? ഒരു 100 കൊല്ലൊക്കെ തിന്നാൻ എമ്പാട് വരെ മുതൽ ബാക്കിയ നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അതിലപ്പം നമ്മൾ അഭിമാനിക്കണേ. അപ്പൊ നമ്മളെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷന്. അതാണ് വിഷയം. അള്ളാഹുവിൻ്റെ ഹബീബിനെ എന്ന് കണ്ടൂടെ, എന്നും കാണൂടോ. നീ മഹ്ദി ഇമാമ് ഓരോ സെക്കൻഡിലും റസൂലുള്ളാഹിനോട് സംസാരിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓരോ സെക്കൻഡിലും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാലത്ത് അങ്ങനെ ഒരാൾ വരുന്നില്ലേ? ആൾക്കാർ കഴിയുമ്പോൾ തൗഫീഖ് അള്ളാഹു കൊടുത്തു. ഈ ഭൗതികതയിൽ നിന്ന് മുഴുവൻ മാറി നിന്നിട്ട് ജീവിക്കാൻ ആ മനുഷ്യൻ അള്ളാഹു തആല തൗഫീഖ് കൊടുത്തു. മനസ്സിലാണ്ട് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല.
നമ്മളിങ്ങനെയായിപ്പോയി. നമ്മൾ തമ്മിൽ മാത്രം പറയും. നല്ല ഉസ്താദാ നിങ്ങൾ പറയും, നല്ല ശിഷ്യനാന്ന് ഞാൻ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരാളെ കിട്ടിയത് നന്നായി എന്നൊക്കെ പറയും. നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളോട് പറയും ഇങ്ങനത്തെ ഒരു പുതിയ പെണ്ണെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വിചാരിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ടും പറയും എന്നെ പോലത്തെ ഒരുത്തിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഭാഗ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ടാണ് നമ്മളെ കൂടി നല്ല കഴിഞ്ഞു പോണത്. അങ്ങോട്ടും കൂടി പറച്ചിലുണ്ട്. ഐക്കോറൊക്കെ 450-500 ഉറുപ്പ്യാണെങ്കിലും ചെമ്മീന് 550-600 ആണെങ്കിലും ഞാൻ പിറ്റേ നേരവും വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. എന്ത് അല്ലാഹ് അൽഹംദുലില്ലാഹ് നിങ്ങളെപ്പോലത്തെ ഒരു പുതിയ അപ്പളിനെ എനിക്ക് വേണ്ടി ചിലവാക്കാൻ ഒരു മടിയില്ലാത്ത ഒരാൾ എൻ്റെ കുടുംബത്തിൽ വേറെ ആക്കിയിട്ടില്ല. ഓൻ തിരിച്ചങ്ങോട്ട് പറയും എന്താണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് വേറെ പെണ്ണായി എന്നെ പോലെ ആണെങ്കിൽ വേറെ ആളുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം കൊണ്ടാണ് എന്ത് ഉദ്ഘാടകൻ അധ്യക്ഷൻ ഉദ്ഘാടകനെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ആ സമ്മേളനം കഴിഞ്ഞു പോണത്. പുറത്തു പറയണ്ട. സ്വാഗതം പറയുന്നവൻ എന്ത് പറഞ്ഞു? അമുക്കുകൾ മാത്രമാണ് ഈ സമ്മേളനത്തിന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ സമ്മേളനം നന്ദി പറയണ്ടാവില്ല. മനസ്സിലായി? ഈ തമ്മിൽ നമ്മൾ ബഹുമാനിക്കുകയാണ്. ആരും ബഹുമാനിക്കാൻ മാത്രമല്ല, നല്ലോണം ചിന്തിക്കണം. അതൊക്കെ തല കൊടുത്ത് ചിന്തിക്കണം. അതന്നെ നമ്മൾ ബഹുമാനിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ മുസ്തഫ നബിയെ ഇപ്പം തന്നെ കാണാൻ നമുക്ക് കഴിയും. ഒരു കണ്ണിൻ്റെ ഇമ വെട്ടുന്ന നേരത്തെ പോലും ഞാൻ നബിയെ നോക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ കഴിഞ്ഞു പറ്റില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിൻ്റെ എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് പറഞ്ഞ ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താ കാര്യം അവരുടെ ഹൃദയം തെളിമയുള്ളതാണ്. കാരണം അവരുടെ ഭക്ഷണം നല്ലതാണ്, ഒരു വസ്ത്രം നല്ലതാണ്, ഒരു ഭക്ഷണം നല്ലതാണ്, ഒരു രീതി നല്ലതാണ്. അതന്നെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ വിഷയത്തിൻ്റെ ഒരു മർമ്മം ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം. ആ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ് ഇമാമ കിട്ടി. ഇതിന്നൊരു സാധനം മനുഷ്യൻ കഴിക്കൂല. ഇന്നത്തെ കോഴിൻ്റെ ഒരു ചാറ് പോലും ആര് കുടിച്ചിട്ടുണ്ടാവില്ല. മഹദി ഇമാം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണി കണക്കൂല, നടക്കുകയില്ല. ഞാൻ നിങ്ങളോട് പണ്ട് വൈദ്യനങ്ങൻ്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഘം അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളായ ദാക്കിര്യങ്ങളായ സ്വാലിഹ്യങ്ങൾ ഒരു യാത്രക്ക് പോയപ്പോൾ ഒരു ധനാഢ്യൻ എന്ത് ചെയ്തു? ഭക്ഷണത്തിന് വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങിയിട്ട് തഹജ്ജുദ് കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ മുതലാളിനോട് ചോദിച്ചു, ഇന്നലെ ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തിലല്ലോ കലർപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇന്നലെ തഹജ്ജുദ് കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു എല്ലാം ക്ലിയറാണ്. അല്ല ഞാൻ ഒന്നുകൂടി ആലോചിക്ക്. അപ്പോൾ പറഞ്ഞു ഞാൻ വാങ്ങിയില്ലെന്നും കുഴപ്പമില്ല, ഇനി നമുക്ക് കച്ചവടക്കാരോട് പോയി ചോദിക്കാറുള്ളൂ. അങ്ങനെ കച്ചവടക്കാരൻ്റെ പോയി. കച്ചവടക്കാരൻ പറഞ്ഞു ഇവിടെ ഹലാലല്ലാത്തൊരു സാധനം ഇല്ല, ഒക്കെ ഞാൻ ഹലാലായി വാങ്ങിക്കൊണ്ടുവന്ന സാധനം അവിടേക്ക് കീസിലാക്കി തന്ന് ഇല്ല അന്നഹു ബാദിൻജാൻ. പക്ഷേ ഇവിടെ ഞങ്ങൾ ആ ലിസ്റ്റ് എഴുതി തന്ന് പോയപ്പോൾ ഇവിടെ ബാദിൻജാൻ ഇല്ല. ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ വൈതനങ്ങ ഇല്ല. അപ്പോൾ പിന്നെ വൈതനങ്ങ പിന്നെ ഇവിടെ എവിടെയും കിട്ടാനില്ല. ഞങ്ങളാകട്ടെ തന്ന ലിസ്റ്റിൽ വൈതനങ്ങയുണ്ട്. അപ്പോൾ വൈതനങ്ങ എങ്ങനെയാണ് സംഘടിപ്പിക്കുക? അപ്പോൾ ഞാൻ സ്ഥിരമായി വൈതനങ്ങ വാങ്ങുന്ന ഒരു കർഷകൻ്റെ അയാളടുത്തേക്ക് ഞാൻ നിങ്ങൾക്കുള്ള സാധനം എടുത്തുവെച്ച് അങ്ങോട്ട് ഓടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾ വീടടച്ചു പോയിട്ടുണ്ട്. അയാളെ തോട്ടത്തിൽ ഇഷ്ടം പോലെ വൈതനങ്ങയുണ്ട്. ഞാൻ എന്ത് ചെയ്തു? വൈതനങ്ങ അങ്ങനെ പറിച്ചെടുത്തു. മിൻഹസ് നിന്നി ഓൻ പിന്നീട് വരുമ്പോൾ അവന് കണക്ക് കൊടുക്കാലോ. ഇപ്പൊ ഇവർക്ക് വൈതനങ്ങ കിട്ടാതെ പോകണ്ട, വൈതനങ്ങ ആയിക്കോട്ടെ വിചാരിച്ചാൽ വൈതനങ്ങയും കൂടി അവിടുന്ന് സമ്മതമില്ലാത്ത ഒരു വൈതനങ്ങ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ക്ലിയറാ. അപ്പോൾ ഈ സംഘത്തിന്റെ നേതാവ് പറഞ്ഞു, ഇതാക്കി തന്നെ വിഷയം. നമ്മൾക്ക് അങ്ങനത്തെ വൈതനം കൊണ്ട് നമ്മൾ തഹജ്ജുദ് മുടങ്ങൂല. എന്തുകൊണ്ട്? നമുക്ക് മനസ്സിലായില്ല. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ
നമ്മൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ഉള്ള ഫിത്തന മുഴുവനും ഇന്നലെ ചെയ്തിട്ടും ഇന്നലെ വരെ ഉള്ള ഫിത്തനൊക്കെ ചെയ്തിട്ടും രാത്രി ഉറങ്ങിയിട്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് തോന്നും? അങ്ങനെ ഞാൻ മോശമാണെങ്കിൽ ഇന്നലെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ നമ്മളെ തഹജ്ജുദിനെ എണീപ്പിച്ചത് അവിടെ ആരാണ്? ശൈത്താനടാ. അതേ സമയത്ത് ഇന്നലെ തഹജ്ജുദ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരം വിളിച്ചാൽ ആലോചിക്കും, പഠിച്ചോനെ ഇന്നലത്തെ കുത്തിത്തിരിപ്പ് കുറച്ച് ഏറിയല്ലോ, ഞാൻ കുറച്ച് മോശമായി പോയല്ലോ, ഇനി ഏതായാലും ആ കുത്തിത്തിരിപ്പ് ഞാനില്ല. എൻ്റെ കുത്തിത്തിരിപ്പ് നടക്കണമെങ്കിൽ എനിക്ക് എന്തിനു കഴിയണം? പറയട കുട്ടി, നീ പറഞ്ഞോളി. കാസിമി എന്തിനു പറഞ്ഞു? ഇപ്പൊ തഹജ്ജുദിന് വരെ വിട്ടില്ല. എന്നെ ഇവിടെ തഹജ്ജുദ് നിസ്കരിപ്പിച്ചത് ആരാണ്? ഇബ്ലീസ്. കൃത്യമായി എന്തുകൊണ്ട് അപ്പം ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. ഞാൻ ആരാണ്? ഞാൻ നല്ലോനാ. ഞാൻ 2 മണിക്ക് കടന്നിട്ട് 4 മണിക്ക് തെറ്റിയില്ല. പെണ്ണുങ്ങളും പറയും അൽഹംദുലില്ലാഹ്. ഇക്കാക്കാൻ്റെ കാര്യം അത്ഭുത. ഓളെ ഏട്ടത്തിക്ക് വിളിച്ച് പിന്നെ അഞ്ചത്തിക്ക് വിളിച്ച് പറയണം, ഇക്കാക്കാൻ്റെ കാര്യം അത്ഭുത. ഇന്നലൊക്കെ വന്നപ്പോൾ 2 മണി കഴിഞ്ഞു. പ്രവർത്തനം മറ്റൊന്നും മറിച്ചോ സമ്മേളനം അതൊക്കെ ആയിട്ട് ഒരു ഒഴിവില്ല. എന്നാലും 4 മണിക്ക് എണീറ്റിട്ട് മൂപ്പര് തഹജ്ജുദ് മുടങ്ങി. ഞാൻ കണ്ടിട്ടില്ല പഠിച്ചോനെ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടാവും ഇന്നത്തെ കാലത്ത്. ഓളും ഇടക്കിടക്ക് പറയും, ഓനും പറയും, അമ്മോസാക്ക അമ്മായിമ്മയും ഓരും പറയും, ഇത്താത്തയും പറയും, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. ഇപ്പം ലോകത്തെ കുത്തിത്തിരിപ്പിന് ആ സമയമാണ്. നാട്ടുകാരൊക്കെ അവനോട് എന്ത് പറയണം? നിങ്ങൾ ദ്വാരക്കി കേട്ടോ, ദ്വാരക്കി. അപ്പോഴും പിന്നെ എന്ത് തോന്നുകയാണ്? ഞാൻ നേരായ മാർഗത്തിലാണ്. അപ്പൊ പിന്നെ സത്യത്തിൽ ഇതിൽ പിടിച്ചു നിർത്തുന്നത് ആരാ? പിശാച്. കപ്പിശാച. തിരിച്ചറിയില്ല, മനസ്സിലാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ല തല്ല കൊടുത്ത് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. തല്ല കൂടി ചിന്തിക്കണം. എനിക്ക് ജീവിതത്തെ അത് മനോഹരമാക്കിയ മുസ്തഫ നബിയിലേക്ക് നോക്കുകയാണ്. ഖദീമൻ, പണ്ട് അതാനി നൂറുഹു, പുണ്യ റസൂലിൻ്റെ ആ പ്രകാശം എൻ്റെ അടുത്ത് വന്നു. അത് കൊടയപ്പെട്ട സമയത്ത് തന്നെ, അതായത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശത്തിൽ നിന്ന്, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പ്രകാശത്തിൽ നിന്ന് കൊടയപ്പെട്ടതാണ്. അതാർക്ക് കിട്ടിയോ അവർക്ക് വിളിച്ചുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം. അതാദ്യം അങ്ങോട്ട് വെതറിയ കൊടഞ്ഞ സമയത്ത് ആ പ്രകാശം, അതാണ് അൽ ഖദീമുൽ അന്നൂറുൽ ഖദീം, സൃഷ്ടികളുടെ നൂറുൽ ഖദീം ഹബീബ നബിയ. അൽ അന്നൂറുൽ അവ്വലി, ആദ്യത്തെ പ്രകാശം മുസ്തഫ നബിയ. ആ പ്രകാശം കൊടഞ്ഞപ്പോൾ ആർക്കൊക്കെ കിട്ടിയോ അവരെ ഹൃദയത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അവരെ ഹൃദയത്തിനൊക്കെ വിളിച്ചു. ഹൃദയത്തിന് വിളിച്ചുണ്ടായാലാണ് ആവശ്യം. അള്ളാഹു നോക്കുക രൂപത്തിലേക്കോ ആകൃതിയിലേക്കോ ശരീരത്തിലേക്കോ അല്ല, പിന്നെന്തിലേക്കാണ്? ഹൃദയത്തിലേക്കാണ്. അപ്പൊ ആ പ്രകാശം ഒരു ഹൃദയത്തിന് കിട്ടിയാൽ ആ ഹൃദയമുള്ള വ്യക്തി രക്ഷപ്പെടും. അള്ളാഹു തആല കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ വരി ഞാനൊരു 3 വട്ടം വ്യാഖ്യാനിച്ചു തോന്നണം. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ഈ വരി തന്നെ ഉള്ളൂ എന്ന് പരിചാരിക്കും. എന്നതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ മറ്റേ വരി പറയാം. ഇത് എത്ര പറഞ്ഞാൽ തീരാത്തൊരു വരിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശം കിട്ടണം, ആൾ രക്ഷപ്പെടും. നമ്മൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കുക? പ്രകാശം എങ്ങനെയാണ്? നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ പ്രകാശം ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ദുർബലത ഉണ്ടാവും. ഉദാഹരണം പറയാം, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഖുർആൻ വന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഖുർആൻ വന്നത് ഇങ്ങനെയാണ്. നമ്മൾ മുക്കിയോടത്തുനിന്ന് മുക്കിയതാണ്, മറ്റത് ഇങ്ങനെയാണ്. എൻ്റെ ഒരു വണ്ടിക്ക് മറ്റേ എന്താ പറയുക CNG കയറ്റിയിട്ടുണ്ട്. CNGക്ക് 2 തരം പമ്പുകളുണ്ട്. ഒന്ന് ഗെയിലിൻ്റെ, മനസ്സിലായില്ല, ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ കൃത്യമായി വരുന്നിടത്ത് ഒരിക്കലും പ്രഷർ കമ്മിയാകുകയില്ല. മറ്റ് പൈസ പോകും, പ്രഷർ ഇല്ലെങ്കിൽ പൈസ പോവും, എന്ത് കയറൂല, ഗ്യാസ് വേണ്ടത്ര കയറൂല. അപ്പം നമ്മളെന്ത് പോണ കൂട്ടത്തിൽ എവിടെയും ഗെയിലിൻ്റെ പമ്പ് ഉണ്ടെങ്കിൽ നോക്കി നടക്കും. ഗെയിലിൻ്റെ പമ്പ് ഉണ്ടെങ്കിൽ അടിച്ച് ഇട്ടും പെട്ടെന്ന് ആ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക കരുത്ത, അടിച്ചെടുക്കും. മറ്റതങ്ങനെയല്ല, മറ്റേ ഗെയിലിൻ്റെ പമ്പ് പോയിട്ട് മുക്കിക്കൊണ്ടെന്നാണ് ഇവർ കൊടുക്കുന്നത്.
പഴയ കാലത്തുണ്ടായിരുന്നു എന്ത് പെട്രോൾ കന്നാസ് കൊണ്ടുപോയി വെക്കും, അതിൻ്റെ ഗ്യാസ് ഏകദേശം പോയിട്ടാണ് പിന്നെ അത് ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായില്ല? അതും പമ്പിന്ന് നേരിട്ട് കൊടുക്കുന്ന വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ റസൂലിന് ഖുർആൻ വന്നത് ഇങ്ങനെയാണ്, ഞമ്മക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഏതോ മുഹമ്മദ് മൊല്ലാക്കി എന്നാണ് നമുക്ക് ഖുർആൻ കിട്ടിയത്. ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മുളച്ചൊന്തിയൊരു മൊല്ലാക്ക, നിങ്ങൾ ഇതിൻ്റെ കൂടെ അല്ല. ഭൂമിയിൽ മുളച്ചൊന്തിയൊരു മൊല്ലാക്കിയാണ് ആരെ പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിച്ചത്. അതുപോലത്തെ വേറൊരു മൊല്ലാക്കിയാണ് അമ്മൊല്ലാക്കാനെ പഠിപ്പിച്ചത്. അതേ സമയത്ത് മുസ്തഫ റസൂലുള്ളാഹിൻ്റെത് നേരെ പൈപ്പ് ലൈനാണ്. അതാണ് യഥാർത്ഥ പ്രകാശം. നമ്മൾക്ക് ടച്ച് പൊഴിപ്പിക്കലാണ്, നമുക്ക് ആ പ്രകാശം കിട്ടിക്കൂടെ കിട്ടാം. പക്ഷെ ആ ഗെയിലിൻ്റെ പമ്പിന് അത്ര ഫിറ്റാവില്ല. പിന്നെ നമ്മൾ ദിക്റും സ്വലാത്തും ചെല്ലി കുത്തിത്തിരിപ്പ് ഒഴിവാക്കി ചെല്ലിയിട്ട് അവിടേക്ക് എത്തണം. അവിടേക്ക് എത്താൻ കൊളത്താൻ കഴിയണം. കൊളത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. പവറൊന്നും ഉണ്ടാവില്ല, എന്നാലും രക്ഷപ്പെടും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക്. ഇതാണ് ഇവരൊക്കെ പ്രത്യേകത. ഇവരൊക്കെ ആരിലേക്ക് ചേർന്നു? പുണ്യ റസൂലിലേക്ക് ചേർന്നു. അതന്നെ, പുണ്യ റസൂലിലേക്ക് ചേർന്നു. സ്വല്ലല്ലാഹു ഒക്കെ പറയാം, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് ചേർന്നു. നല്ലോണം ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. ഇത് 100 ഉദാഹരണം പറയാനുണ്ട്, പക്ഷേ ഞാൻ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് പറയുന്നില്ല. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട കാലത്ത് എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ പറയാത്തത്. എനിക്ക് 100 കണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും റബ്ബിൻ്റെ സഹായത്താൽ. അപ്പം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ പ്രകാശം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതൊരാളെ ഹൃദയത്തിലേക്ക് വിതരപ്പെട്ട സമയത്ത് തന്നെ അയാളുടെ അടിത്തറയിലേക്ക് അത് വന്നിട്ടുണ്ടോ, ആ ആളെ കൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആളെ കൊണ്ട് ഹൈറേ ഉണ്ടാവൂ. ആ ആളെ പ്രകാശത്തെ കെടുത്താൻ ഒരാൾക്ക് കഴിയൂല്ല, ഒരിക്കലും കഴിയില്ല. വിളക്കിനെ നമുക്ക് ഊതിക്കെടുത്താം, ബൾബിനെ ഊതിക്കെടുത്താൻ കഴിയില്ല. ബൾബിനെ സ്വിച്ച് ഓഫ് ആക്കാം, സൂര്യനെ തീരെ കഴിയില്ല. എന്താണ് വ്യത്യാസം? അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളെ പ്രകാശത്തെ കെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ പ്രകാശം, നമ്മളത് ഇവിടുന്ന് അങ്ങോട്ടാണ് എപ്പോഴും ഓടുക. വിളക്കിനെ നമുക്ക് ഊതിക്കെടുത്താം, ബൾബിനെ നമുക്ക് ഓഫാക്കാം, സൂര്യനെയോ നടക്കില്ല. അത് മേലെ നീട്ടിയതാണ്. ഇവിടെ സ്വിച്ചിന് ഒരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേരാൻ ഒരു അബ്ദിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അബ്ദ് റസൂലുള്ളാഹിൻ്റെ ആൾ തന്നെയായിരിക്കും. സ്വലാത്തില്ല റസൂലുള്ളാഹിൻ്റെ ആളാണ്, സ്വലാത്തില്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ആളാണ്. സ്വലാത്ത് അല്ലല്ലേ 100% നല്ലതാണ്. എന്നാൽ സ്വലാത്ത് പലപ്പോൾ കലിമത്തു ഹഖൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നതുപോലെ ബാത്തിലിന് വേണ്ടി നമ്മൾ ചെയ്യും. ബാത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് സാന്ദർഭികമായി നമ്മളെ പല 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 കാര്യങ്ങളും ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.